ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ഇൻകം വച്ചിട്ട് ഒരു ഡയമണ്ട് റിങ് വാങ്ങിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും കൂടി പോവാണ്. ഇവിടെ അടുത്ത് രാജകുമാരി എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് ദീപ്തി ജ്വല്ലറിയിൽ പോകാമെന്നാണ് എൻ്റെ പ്ലാന്. അറിയില്ല, അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ജ്വല്ലറി ഉണ്ട്. സോ രണ്ടിടത്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമാവുന്ന ഒരെണ്ണമാണ് ഞാൻ വാങ്ങിക്കത്തുള്ളൂ. പൊതുവേ നമ്മൾ അടിമാലിയിൽ പോയിട്ടാണ് ജ്വല്ലറി അങ്ങനത്തെ ഗോൾഡൊക്കെ വാങ്ങിക്കുന്നത്. ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ തവണയാണ് അവിടെ പോയിട്ട് ഈ ദീപ്തി ജ്വല്ലറിയിൽ, അതായത് രാജകുമാരി അവിടെ രാജകട നീ അതൊരു പോയി വാങ്ങിച്ചിട്ടില്ല, രാജകുമാരിയിൽ പോയി വാങ്ങിക്കുന്നത്. ഫസ്റ്റ് ടൈം ഞാൻ വാങ്ങിച്ചത് എനിക്ക് വേണ്ടിയിട്ടില്ല, എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ വാങ്ങിക്കാൻ പോയപ്പോഴാണ് ആക്ച്വലി അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇങ്ങനെ ട്രൈപോഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് കൂടുതൽ എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ജ്വല്ലറിയൊന്നും പോയി അങ്ങനെ പൊതുവെ ഷൂട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും നല്ല രീതിയിൽ കുറച്ച് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അത് കാണിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കാണിക്കാം. പിന്നെ എൻ്റെ ഒരു മൂക്കുത്തി മാറാനുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് നമ്മളിങ്ങനെ അമ്മേനെയും കൂട്ടി പോകുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഗോൾഡിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടമുള്ളത് സിൽവർ ജ്വല്ലറിയാണ്. സോ എൻ്റെ കുറേ സിൽവർ ജ്വല്ലറി മാറാനുണ്ട്. അപ്പോൾ അവിടെ അതുണ്ടെങ്കിൽ അതും മാറണം എനിക്ക്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഭയങ്കര മഴയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷോപ്പിൽ അങ്ങനെ ആരും വരത്തില്ല. പിന്നെ അക്ഷയ തൃതീയാണ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അക്ഷയ തൃതീയയ്ക്ക് എടുക്കാമെന്ന്. അന്നും അമ്മ പറഞ്ഞു ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങ് പോവാമെന്ന്. അങ്ങനെയാണ് ഈ പ്ലാന്. സോ നമുക്ക് നോക്കാം. വൈബില്ല ഗൈസ്. ഹായ്, ഞാൻ എന്താണോ പറഞ്ഞിട്ട് പോയത് അത് തന്നെ സംഭവിച്ചു. ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കര ഒരു ഓക്വേർഡ് ഫീലിങ്സ് ആയിപ്പോയി. ഞാൻ ഭയങ്കര ഒന്നാമത് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞില്ല, അവിടെ ചെന്നിട്ട് സിറ്റുവേഷൻസ് എങ്ങനെയാണ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കുള്ളൂ. ഞാൻ ആദ്യം പറയാൻ ഉണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അങ്ങനെ ഒരു വലിയ പരിചയമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പരിചയമുള്ള ഒരു ജ്വല്ലറി ഒരു ഷോപ്പ് അല്ലത്. ഞങ്ങൾ പൊതുവെ സാധനങ്ങൾ ഇങ്ങനത്തെ ഗോൾഡ് ജ്വല്ലറീസ് എല്ലാം വാങ്ങിക്കുന്നത് അടിമാലിലെ ആലുങ്കൽ ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ജ്വല്ലറി, അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു വൈബ് കിട്ടും. അപ്പൊ നമ്മളെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെല്ലുന്നു, അറിയത്തില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ചെല്ലുന്നു, രണ്ട് ഡിഫറെന്റ് അല്ലേ. അപ്പൊ സത്യം പറഞ്ഞാൽ അറിയത്തില്ലാത്ത ഒരു സ്ഥലത്ത് ചെന്ന ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ബ്ലോഗ് എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇടയ്ക്കിടെ ഇങ്ങനെ ഓർത്തു. അപ്പൊ ആ ഓർത്ത സമയത്ത് ഞാൻ എടുത്ത റാൻഡം ആയിട്ടുള്ള സാധനം ഞാൻ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് കൊടുക്കാം. ഞാനും അമ്മയും കൂടെ ജസ്റ്റ് നോക്കി നിങ്ങൾ ജ്വല്ലറിയിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് അങ്ങനത്തെ 2 ക്ലിപ്പ് എടുത്തു. അല്ലാണ്ട് വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇതാണ് ഞാൻ വാങ്ങിച്ച എൻ്റെ കാണുന്നുണ്ടോ? ഓക്കെ, ഇതാണ് ഞാൻ വാങ്ങിച്ച മോതിരം. അതെന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നാളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഡയമണ്ട് റിങ് എടുക്കണം എന്ന്. ഞാൻ വലിയ റിങ്ങിന്റെ ഭയങ്കര ഹെവി ആയിട്ടുള്ള സാധനത്തിന്റെ ഫാനല്ല. ഗോൾഡ് എനിക്ക് എപ്പോഴും ചെറിയ സാധനങ്ങളാണ് ഇഷ്ടം. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു ഐറ്റം ഞാൻ കാണിക്കാം. ഇത് സിൽവറിന്റെ 9 to 5 സിൽവർ ഉണ്ടല്ലോ, അതിന്റെ ഒരു മോതിരമാണ് ഇത്. അത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാ. പിന്നെ ഈ മൂക്കൂത്തി, ഇത് ഗോൾഡ് ആണ്. ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു. കാരണം എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഞാൻ ഇത് വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഞാൻ വെള്ളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ വെള്ളിയുടെ ഒരു ചെറിയ ഒരു കൊലുസ് വാങ്ങിച്ചു. പിന്നെ 2 സ്റ്റഡായിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റഡ് പോലത്തെ കുത്താൻ എനിക്ക് പ്ലാൻ ഉണ്ട്. അപ്പൊ അവരുടെ അടുത്ത് അപ്പൊ കുത്തുണ്ടോന്നൊക്കെ ചോദിച്ചു. ഞാൻ ഒന്നാമത് എനിക്ക് ആകെ ഒരുമാതിരി അറിയില്ലാത്ത ആൾക്കാരെന്നുള്ള സെറ്റപ്പ് ഇരിക്കുമ്പോ കാതും കൂടെ കുത്തി ഞാൻ അവിടെ കിടന്ന് മനസ്സീനുണ്ടാക്കി ചമ്മി നാറുന്നതിനേക്കാൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലൊന്നും നിന്നില്ല. ഞാൻ പിന്നെ കുത്തിക്കൊള്ളാന്ന് പറഞ്ഞ് ഞാൻ നൈസായിട്ട് ഊരി. പക്ഷെ എന്തായാലും എനിക്ക് ഉടനെ തന്നെ കുത്തണം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഞാൻ കാണിക്കാം നിങ്ങളെ. അതിന്റെ ഒരു അത്രയും വലുതല്ല ഞാൻ ഉദ്ദേശിച്ചത്, സെക്കൻഡ് സ്റ്റഡ് ആയിട്ട് ഇടുമ്പോഴത്തേക്ക്. പക്ഷെ എനിക്ക് അതും ആക്ച്വലി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ എന്താണ് വാങ്ങിച്ചത്, ഇത്ര സമയത്ത് ഞാൻ വാങ്ങിച്ചുള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പൊ ഞാൻ ആക്ച്വലി ഈ റിങ് വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് പോയതെങ്കിലും
റിങ്ങും മൂക്കുത്തി വാങ്ങിച്ചു. അതുപോലെ തന്നെ വേറൊരു സിൽവറിന്റെ ഒരു സ്റ്റഡ്, സെക്കൻഡ് സ്റ്റഡ് വാങ്ങിച്ചു, കൊലുസ് വാങ്ങിച്ചു, ഒരു മോതിരവും വാങ്ങിച്ചു. ഇത്ര സ്ഥലങ്ങൾ വാങ്ങിച്ചു. കാര്യം പരിചയമില്ലാത്ത സ്ഥലമാണ്, നമുക്ക് ആവശ്യമുള്ളത് കാണുമ്പോൾ വാങ്ങിക്കണമല്ലോ. അവിടെ വെള്ളിയുടെ നല്ല കളക്ഷൻസ് ഉണ്ട്, ഡയമണ്ടും നല്ല കളക്ഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല പോലെ ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പക്ഷെ എനിക്ക് എന്തോ ഒരു സാധനം എനിക്ക് മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. നമുക്ക് പരിചയമുള്ളിടത്ത് നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലിങ്സ് നെക്സ്റ്റ് ടൈം അവിടെ ചെല്ലുമ്പോൾ അത് കിട്ടുമായിരിക്കും. കാര്യം അവര് നമ്മളെ മറക്കത്തില്ല. നമ്മളവിടെ ചെന്നാലും ആ ഒരു സാധനം ഉണ്ടല്ലോ. പക്ഷെ ആ ഒരു സാധനം മിസ്സിങ് ആയിരുന്നു. പക്ഷെ ഇനി അവിടെ പോകുമോ എന്ന് എനിക്കറിയാം. നമ്മൾ പൊതുവെ അല്ലെങ്കിൽ പോകുന്നുണ്ട്. ഇപ്പൊ അമ്മയൊക്കെ ആണെങ്കിലും, അമ്മ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ അമ്മയൊക്കെ അവിടെ പോയിട്ടാണ് ഒരു വാങ്ങിക്കുള്ളൂ. അപ്പൊ എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല ജ്വല്ലറി ആണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഗോൾഡോ എന്തെങ്കിലും ഡയമണ്ട് ചെറിയ ചെറിയ മോതിരങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ദീപ്തി ജ്വല്ലറിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. മൂക്കൂത്തിയുടെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ, പറയാതിരിക്കാൻ പറ്റില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളിയുണ്ട്, അതുപോലെ ഗോൾഡിലും ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, പിന്നെ ചെറിയ ചെറിയ ചെയിൻസ്, അതൊക്കെ അവർ നമ്മളെ കാണിച്ചു തന്നതാണ്. സോ അതിന്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് അറിയത്തില്ലായിരുന്നു കാര്യം ഇവരെങ്ങനെയാ വ്ളോഗ് എടുക്കണം എന്ന്. അത് ഓരോരുത്തർ പല ടൈപ്പ് അല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും റിക്വസ്റ്റ് ചെയ്യാനോ ചോദിക്കാനോ എടുക്കാനൊന്നും ഞാൻ പോയില്ല. എനിവേ സംഭവം അടിപൊളിയാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടോ? നിങ്ങളിപ്പോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കുക, ഇപ്പൊ ഡ്രസ്സ് എടുക്കാനാണെങ്കിലും ജ്വല്ലറി വാങ്ങിക്കാനാണെങ്കിലും ഒക്കെ ഒരു പെർട്ടിക്കുലർ സ്ഥലം നമുക്കുണ്ട്. ഇപ്പൊ അവിടുത്തെ സ്റ്റാഫ്, അവർക്ക് നമ്മളെ അറിയാം, നമ്മളോട് അവർക്കുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്താണോ നിങ്ങൾ വാങ്ങിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണോ? അപ്പൊ അത് നിങ്ങൾ പറയണേ. എന്നെ പോലെ എന്നല്ല, അമ്മയ്ക്കാണ് കൂടുതൽ. അമ്മ മറ്റേ അവിടെ ചെന്ന ഒരു അക്ഷരം മിണ്ടുന്നില്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ. എനിക്കും മിണ്ടാൻ അങ്ങനെ ഒരു ഫീലിങ്സ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്മ പൊതുവെ ഭയങ്കര ഓണാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ. പക്ഷെ പുള്ളിക്കാരി അത്ര ഓഫ് ആയിരുന്നു, അത്ര ഓണല്ലായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്? ഒരു പെർട്ടിക്കുലർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ പോകുള്ളൂ, അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് പോകുമോ? എങ്ങനത്തെ ആളാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ പറയണേ. അപ്പൊ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് അതിന്റെ ചെറിയ ഏർണിങ്സ് ഒന്നും, ഒരുപാട് ഏർണിങ്സ് ഒന്നും എനിക്ക് വരാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ ചെറിയ ഏർണിങ്സ് ഒന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. നിങ്ങളോട് എനിക്ക് ഭയങ്കര താങ്ക്സ്. നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിനായിട്ടും ഇങ്ങനത്തെ ഒരു ചെറുതാണെങ്കിൽ ചെറിയ ഒരു അച്ചീവ്മെന്റിലേക്ക് വന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ടും, നിങ്ങൾ കാണുന്ന, നിങ്ങൾ ഓരോരോ വീഡിയോയ്ക്ക് തരുന്ന ആ ഒരു ചെറിയൊരു എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ആ ഒരു ഒറ്റ സെക്കൻഡ് നമ്മുടെ ആ ഒരു വീഡിയോ കാണുന്നതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. താങ്ക് യു സോ മച്ച്. വീഡിയോസ് കാണുക, അതുപോലെ എന്തെങ്കിലും കറക്ഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്ന പെർട്ടിക്കുലർ അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താൽ നന്നായിരിക്കും, എന്തെങ്കിലും സജഷൻസ്, അതാണ് ഉദ്ദേശിച്ചത്, സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. അപ്പോ യാത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം.